സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമുക്കായി വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. തൻ്റെ പരസ്യ ജീവിത കാലഘട്ടം മുഴുവൻ പുത്രനായ ദൈവം പരിശ്രമിച്ചത് തൻ്റെ പിതാവിൻ്റെ സ്നേഹവും കരുണയും നമുക്കെല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പഠനങ്ങളിലും പ്രബോധനങ്ങളിലുമെല്ലാം ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ എടുത്തു കാട്ടുവാൻ പുത്രനായ ദൈവം പരിശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും സാപത്തിൽ കർത്താവ് നടത്തിയിട്ടുള്ള എല്ലാ അത്ഭുത കൃത്യങ്ങളിലും ആ പിതാവിൻ്റെ സ്നേഹവും കരുണയുമാണ് നമുക്ക് കൂടുതലായിട്ട് കാണുവാൻ സാധിക്കും. പലപ്പോഴും സാപത്തിൽ അവൻ എന്തെങ്കിലും രോഗസൗഖ്യം നടത്തുകയാണെങ്കിൽ അവനിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി യഹൂദ പ്രമാണികളും ഫരിസേയരും നിയമജരുമെല്ലാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. പലപ്പോഴും അതൊന്നും വകവയ്ക്കാതെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം താൻ ആർക്കൊക്കെയാണോ സൗഖ്യം നൽകുന്നത് അവർക്ക് പകർന്നു കൊടുക്കുവാൻ യേശുനാഥൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. മറ്റൊരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അവിടെ വലതു കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. നിയമജരും ഫരിസേയരും യേശുവിൽ കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി. സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു. പ്രിയമുള്ളവരെ, സാപത്തിൽ വീണ്ടും രോഗശാന്തി നൽകുന്ന യേശുവിനെയാണ് നമ്മൾ ഈ ഒരു വചനഭാഗത്ത് കാണുക. എങ്കിലും ആ കൈ സൂക്ഷിച്ച വ്യക്തിയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവിടെ തന്നെ തൻ്റെ ജീവിതത്തിൽ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഫരിസേയരും നിയമജരും അവിടെയുണ്ട്. അവർ തക്കം പാർത്തിരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും രോഗസൗഖ്യം നൽകിയാൽ അത് തീർച്ചയായും തനിക്കെതിരെ കുറ്റം ആരോപിക്കാനുള്ളൊരു അവസരമായി അത് അവർ മുതലെടുക്കും എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുക. എന്നാൽ യഹൂദ പാരമ്പര്യത്തിൽ വലത് വശത്തിന് ഒരു പ്രത്യേകമായ സവിശേഷതയുണ്ട്. ഇവിടെ വലത് കൈ സൂക്ഷിച്ചവൻ എന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, യഹൂദരുടെ ജീവിതത്തിൽ വലതുവശത്തിന് എപ്പോഴും പ്രത്യേകമായൊരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്നു. അത് അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രതിരൂപമായി കണ്ടിരുന്ന ഒരു സ്ഥാനം. അല്ലെങ്കിൽ വലതുവശത്ത് നിൽക്കുക അത് അധികാരത്തിൻ്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കിയിരുന്നു. അല്ലെങ്കിൽ വിശിഷ്ടവും സവിശേഷവുമായ ഒരു പദവിയിലേക്ക് നയിക്കുന്നതിനെ അത് കണക്കാക്കിയിരുന്നു. അങ്ങനെ പഴയ നിയമ പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും ഈ വലതുവശത്തിന് ഒരു പ്രത്യേകമായ സ്ഥാനം കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വലത് കൈ സൂക്ഷിച്ചവൻ എന്ന ഈ വ്യക്തിയെ
അഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, അതൊരു പക്ഷേ ഒരു വ്യക്തിയുടെ സാമ്പത്തികവും സാമൂഹികവും അതുപോലെ തന്നെ ആത്മീയവുമായ ഒരു വീഴ്ചയെ സൂചിപ്പിക്കുന്ന ഒരു സൂചന കൂടിയാണ്. കാരണം യുദ്ധത്തിൽ പോകുമ്പോൾ പോലും വലത് കൈയിലാണ് അവർ ആയുധങ്ങൾ പിടിച്ചിരുന്നത്. അതിനാൽ തന്നെ അക്രമി അവരെ ആക്രമിക്കുമ്പോൾ ആദ്യമേ വലതുവശത്തെ നശിപ്പിക്കുവാനാണ് ശ്രമിച്ചിരുന്നത്. കാരണം വലതുവശത്തെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചാൽ ആ ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താം എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വലതുവശം തീർച്ചയായും ആ വലതു കൈ സൂക്ഷിച്ച വ്യക്തിയുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിലൂടെ കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരു വ്യക്തിയുടെ വലതു കൈ സൂക്ഷിച്ചതുകൊണ്ട് ഒരിക്കലും ആ വ്യക്തിയുടെ ജീവന് അത് അപകടമായിട്ട് മാറുന്നില്ല. എന്നാൽ ഇവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കിയ കർത്താവ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിലൂടെ കർത്താവ് അർത്ഥമാക്കുക ഒരുപക്ഷെ ആത്മീയമായി താഴ്ന്നു കിടക്കുന്ന ഈ വ്യക്തിയെ നിത്യജീവനിലേക്ക് നയിക്കുകയുടെ ആവശ്യകതയെക്കുറിച്ചാണ്. പാപം ചെയ്ത് പാപത്തിന് അടിമകളായി മാറിയ എല്ലാ വ്യക്തികളും ഈ ഒരു വലതു കൈ സൂക്ഷിച്ചവനെ പോലെയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായ ഒരു വളർച്ചയുമില്ലാതെ വലതു കൈ സൂക്ഷിച്ചവനെ പോലെ നമ്മളും ആയി മാറുന്നു. അവർക്ക് സ്വന്തമായി അഭിപ്രായങ്ങളില്ല. അതേസമയം ആത്മീയമായി വളരാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാതെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു രീതിയിൽ സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു സവിശേഷതയുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതമുള്ളവരാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ ഒട്ടും ധൈര്യമില്ലാതെ നിൽക്കുന്നവർ. ആ ഒരു അർത്ഥതലത്തിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണുമ്പോൾ പ്രിയമുള്ളവരെ, ഇവരെ ആത്മീയമായി വളർത്തേണ്ട ചുമതല വഹിക്കേണ്ടവരാണ് നിയമജ്ഞരും ഫരിസേയരും. ഒരു വ്യക്തിയെ ആത്മീയമായി വളർത്തുവാൻ വേണ്ടി കർത്താവിൻ്റെ കൽപ്പനകളെ കൃത്യമായിട്ട് വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിയമജ്ഞരും ഫരിസേയരുമെല്ലാം. അങ്ങനെയുള്ളവർ തീർച്ചയായും മറ്റ് യഹൂദരുടെ ആത്മീയമായ വളർച്ചയെയാണ് കൂടുതലായി നോക്കിക്കാണേണ്ടത്. എന്നാൽ അവരുടെ യഥാർത്ഥ ധർമ്മം എന്താണെന്ന് തിരിച്ചറിയാതെ പലപ്പോഴും അവരുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരാം, അതുപോലെ സാമൂഹികമായിട്ട് വളരാം എന്ന് മാത്രമാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും മറ്റുള്ളവരുടെ അഭിവാദ്യം ആഗ്രഹിച്ചിരുന്നവരാണ് അവർ എന്ന് കർത്താവ് തന്നെ സുവിശേഷങ്ങളിലൂടെ സൂചന നൽകുന്നുണ്ട്. ഏത് നിമിഷവും ഫരിസേയരെ നിയമജരെയുമെല്ലാം കർത്താവ് ആക്രമിക്കുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ എടുത്തു കാണിച്ചു കൊണ്ടിരുന്നത് അവരുടെ പൊള്ളയായ ജീവിതത്തെയാണ്. എങ്ങനെയും മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങൾ അംഗീകരിക്കപ്പെടണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ട ആദരവ് ലഭിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നവർ പലപ്പോഴും അവരുടെ ആത്മീയമായ ജീവിതത്തിൽ എപ്രകാരം വളരണമെന്ന് അവർ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അതുപോലെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറ്റ് യഹൂദരുടെ ആത്മീയമായ വളർച്ചയാണ്. അതിനു വേണ്ട കാര്യങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോയി. ആ ഒരു അവസ്ഥയിലാണ് യേശുനാഥൻ ഈ ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിയമജ്ഞർക്കും ഫരിസേയർക്കും ആ ഒരു ചോദ്യം തങ്ങളെ തേടിയുള്ളതാണ് എന്ന ഒരു അറിവ് ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് ആരും അതിന് മറുപടി പറയുന്നതായിട്ട് ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആ രോഗിയുടെ വിശ്വാസമാണ്. വലതു കൈ സൂക്ഷിച്ച ആ വ്യക്തിയോട് നടുക്കിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ അവനൊരു പക്ഷേ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, യേശുവിനേക്കാൾ ഉപരിയായി അവിടെ നോട്ടപ്പള്ളിയായി മാറാൻ പോകുന്നത് താനാണ്. ഞാൻ അവൻ വിളിച്ചത് കേട്ടുകൊണ്ട് നടുവിലേക്ക് കടന്നു വരികയാണെങ്കിൽ മറ്റ് യഹൂദർക്കും യഹൂദ പ്രമാണികൾക്കും ഫരിസേയർക്കും നിയമജ്ഞർക്കുമെല്ലാം താനൊരു ശത്രുവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നീ അവൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ രോഗം പൂർണ്ണമായി സുഖം പ്രാപിക്കും എന്ന ഒരു വിശ്വാസം അവനുണ്ടെങ്കിൽ മാത്രമാണ് അവന് അത് ധൈര്യപൂർവ്വം ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ സാധിക്കുകയുള്ളൂ.
കർത്താവ് അവനെ വിളിക്കുമ്പോൾ യാതൊരു മടിയും കൂടാതെ അവൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് അവൻ്റെ മനസ്സിലൂടെ വലിയൊരു സംഘർഷാവസ്ഥ കടന്നു പോയിട്ടുണ്ട്. അതിനെ തരണം ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് അവനെ വിളിച്ചു നിർത്തി കൈ നീട്ടുക എന്ന് പറയുമ്പോൾ അവൻ ആ ഒരു രീതിയിൽ കൈ നീട്ടണമെങ്കിൽ തീർച്ചയായും അവിടെ അവന് പൂർണ്ണമായൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. യേശുവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവന് ഇത് ചെയ്യാൻ സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചാൽ മാത്രമാണ് അവന് അതിനുള്ള ധൈര്യം ലഭിക്കുക. അവിടെ യേശുവിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെയാണ് അവിടെ ആ ഒരു രംഗം കടന്നു പോകുന്നതെങ്കിൽ പിന്നീട് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തീർച്ചയായും അവരുടെ സമൂഹത്തിൽ അവൻ ഒറ്റപ്പെട്ടു പോകാം. പ്രത്യേകിച്ച് ഈ യഹൂദർ തീർച്ചയായും അവനെ അവരിൽ നിന്ന് അകറ്റി നിർത്തും. എപ്പോഴും അവനെ കുറ്റമാരോപിക്കുന്ന രീതിയിലുള്ള സംസാരം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഞങ്ങളെ വഞ്ചിച്ചവനാണെന്ന് നിരന്തരം അവനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഈ കൈ സൂക്ഷിച്ച വ്യക്തി പൂർണ്ണമായും തന്നെ കർത്താവിന് സമർപ്പിക്കുവാൻ തയ്യാറായി. കർത്താവ് വിളിച്ചപ്പോൾ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ എത്തുവാൻ അവന് സാധിച്ചു. അവനോട് കൈനീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അവന് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ഈ നിമിഷം കൈനീട്ടിയാൽ ഞാൻ സുഖം പ്രാപിക്കും. അവൻ സുഖം പ്രാപിച്ചതിന് ശേഷമല്ല കർത്താവ് കൈനീട്ടാൻ അവനോട് പറയുന്നത്. ഇതിനു മുമ്പ് ഒത്തിരിയേറെ തവണ ഈ കൈ സൂക്ഷിച്ച വ്യക്തി കൈനീട്ടുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാകും. കാരണം കൈ സൂക്ഷിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കൈ നീട്ടുക എന്നുള്ളത്. അപ്പോൾ അവിടെ പൂർണ്ണമായൊരു വിശ്വാസം അവനുണ്ടെങ്കിൽ മാത്രമാണ് കർത്താവ് അവനോട് കൈ നീട്ടുക എന്ന് പറയുമ്പോൾ അതിന് അവന് സാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിനെ സമീപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടാകും. ഈ പരിസര നിയമജനം എപ്രകാരമാണോ മറ്റു വ്യക്തികളെ ആത്മീയമായി വളരുവാൻ സഹായിക്കാത്തത്, അതുപോലെ നമ്മളെയും ആത്മീയമായി വളരുവാൻ സഹായിക്കാത്ത ഒത്തിരിയേറെ ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ളവരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, നമ്മളോട് സുഹൃത്ത് ബന്ധത്തിലായിരിക്കുന്ന വ്യക്തികളായിരിക്കാം. പല വ്യക്തികളും നമ്മൾ ആത്മീയമായി വളരുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നവരായിരിക്കും. അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും അതിൽ നിന്ന് ഒഴിവായി നടക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവരായിരിക്കും. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ പരിഹസിക്കുന്നവരായിരിക്കും. അവരുടെ എല്ലാം മുമ്പിൽ ധൈര്യപൂർവ്വം ഈ കൈസൂക്ഷിച്ച വ്യക്തിയെ പോലെ കർത്താവിനെ സമീപിക്കുവാനും കർത്താവിൻ്റെ ആജ്ഞകൾ ഏറ്റെടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് അനുസരിക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി ഇന്ന് കർത്താവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ തീർച്ചയായും നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ധൈര്യം സംഭരിച്ചുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ യേശുവിനെ സമീപിക്കുക എന്നുള്ളത്. യേശു നമ്മോട് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ശ്രവിക്കുക എന്നുള്ളത്. യേശു നമ്മോട് പറയുമ്പോൾ അത് അനുസരിക്കുക എന്നുള്ളത്. അങ്ങനെ പൂർണ്ണമായും യേശുവിന് തന്നെ വിട്ടുകൊടുത്താൽ തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ കരുണ കടന്നു വരികയും നമ്മൾ ഓരോരുത്തരെയും നിരന്തരം കർത്താവിനോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ കരുണ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അത് സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും കർത്താവേ പൂർണ്ണമായും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് തടസ്സമായി മാറുന്ന, ഞങ്ങൾക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീ എടുത്തു മാറ്റണമേ. നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേക നന്ദി അർപ്പിക്കാം. വലത് കൈ സൂക്ഷിച്ച ആ വ്യക്തി എപ്രകാരമാണോ കർത്താവിൽ പൂർണ്ണമായും ശരണം പ്രാപിച്ചത്, മറ്റു പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്തത്, അതുപോലെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും പൂർണ്ണമായ വിശ്വാസത്തോടെ അങ്ങയെ സമീപിക്കുവാനും വേണ്ട കൃപ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവേ, ആ വ്യക്തി അങ്ങിൽ പൂർണ്ണമായും ശരണം പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ പക്കലേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരിയേറെ തടസ്സങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിലുണ്ടായിരുന്നു.
എങ്കിലും തന്നെ സുഖപ്പെടുത്തുവാൻ അങ്ങേക്ക് സാധിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമായിരുന്നു അതിനെയെല്ലാം തരണം ചെയ്യുവാൻ, അതിനെയെല്ലാം എതിർത്ത് നിൽക്കുവാൻ ആ വ്യക്തിക്ക് ശക്തി പകർന്നത്. കർത്താവേ, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങയെ സമീപിക്കുമ്പോൾ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ പാപാവസ്ഥകളായിരിക്കാം, ഞങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കാം. പലരും അങ്ങയിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ അങ്ങിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ചുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ അങ്ങയെ സമീപിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് കടന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അതുപോലെ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.